ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 23-ാമത്തെ വാക്ക് മുതൽ താഴോട്ട് നമ്മളിങ്ങനെ വായിക്കുന്നു. ലാസറിന്റെയും ധനവാന്റെയും കാര്യമാണ് അവിടെ ഒരു മർമ്മമായിട്ടാണ് അത് വെളിപ്പെടുത്തിയത്. ഒരു കഥയല്ല, അതൊരു മർമ്മമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പട്ടുടുത്ത് പളപളാമിന്നുന്ന പട്ടുടുത്ത് സമ്പന്നതയുടെ ആഡംബരത്തിൽ കുട്ടാരത്തിൽ സുഖജീവിതം കഴിച്ച ഒരു ധനികനായ മനുഷ്യൻ. അവനൊന്നിനും കുറവുണ്ടായിരുന്നില്ല, എല്ലാം അവനുണ്ടായിരുന്നു. പക്ഷേ ഒന്നിന്റെ കുറവുണ്ടായിരുന്നു, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവനില്ലായിരുന്നു. അപ്പോൾ അവന്റെ പടിവാതിക്കൽ എന്ന് പറഞ്ഞാൽ ഗേറ്റിന് പുറത്താണ്, അവന്റെ വീട്ടിന്റെ കോമ്പൗണ്ടിലുള്ള ഗേറ്റിന് പുറത്ത് ഒരു കുഷ്ഠരോഗിയായിരിക്കുന്ന മനുഷ്യനുണ്ടായിരുന്നു. ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ. എന്ന് പറഞ്ഞാൽ വിശപ്പ് അടക്കുവാൻ ഈ ധനവാന്റെ മേശയുടെ കീഴിൽ അല്ലെങ്കിൽ അവന്റെ അടുക്കളയിൽ നിന്ന് തൂത്തുവാരി വെളിയിൽ കൊണ്ട്, എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വേസ്റ്റുകൾ കൊണ്ട് വഴികളിൽ കളയുന്നത് പോലെ അന്ന് ഇതൊക്കെ തന്നെയായിരുന്നു. വേസ്റ്റ് വെളിയിൽ, ഗേറ്റിന് വെളിയിൽ കളയും, വല്ലവനും നാറിക്കോട്ടെ. അപ്പോൾ അവിടെ നായ്ക്കളുടെ അടിപിടിയുണ്ട്, കടിപിടിയുണ്ട്, നായ്ക്കളുടെ കൂട്ടമുണ്ട്. നമുക്കറിയാമല്ലോ, ഈ ഹോട്ടലുകളിലെ ചുറ്റുകളിൽ പണ്ടൊക്കെ വേസ്റ്റ് ഇങ്ങനെ ഇടുന്ന ഇടങ്ങളിലൊക്കെ നായ്ക്കളുടെ വലിയുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ നവീന കാലത്ത് പോലും മനുഷ്യർ അതിൽ നിന്ന് തന്നെ പട്ടി ഒരു ഭാഗത്തൂടെ തിന്നും, മനുഷ്യനും അതിൽ കൈയിട്ടിട്ട് അന്നത്തിന് വേണ്ടി യാചിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. കേരളത്തിൽ അതിന് അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് കാണാം. ആ വീപ്പയ്ക്കകത്തുനിന്ന് തന്നെ കൈയിട്ട് തിന്നുന്ന ദരിദ്രരായിരിക്കുന്ന മനുഷ്യർ, നമ്മെ പോലെ കണ്ണും മൂക്കും വായും വിചാരങ്ങളും എല്ലാം നമ്മുടെ ദൈവം തന്നെ സൃഷ്ടിച്ചവർ. പക്ഷെ നല്ല മനുഷ്യരുണ്ട്. അവരെ കാണുമ്പോൾ അവരെ കൊണ്ടുപോയി അവരെ കുളിപ്പിച്ച് അവരെ പാർപ്പിക്കുന്നിടത്ത് പാർപ്പിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യരുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ ധനവാൻ എന്ത് ചെയ്തു? രണ്ടുപേരും ദൈവയാൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ദരിദ്രൻ എന്ത് ചെയ്തു? നേരെ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ എന്ന് പറയുമ്പോൾ കുഷ്ഠരോഗിയായിരിക്കുന്ന ദരിദ്രൻ. നായ്ക്കൾ അവന്റെ വ്രണം നക്കുമെന്നാണ്. എച്ചിൽ തിന്നുവാൻ വരുന്ന നായ്ക്കൾ ഈ കുഷ്ഠരോഗിയായിരിക്കുന്ന മനുഷ്യന്റെ വ്രണം പോലും നക്കും. അവന്റെ ഒരവസ്ഥ എന്തായിരുന്നു? പക്ഷേ അവൻ എന്ത് ചെയ്തു? അബ്രഹാമിന്റെ മടിയിൽ. ഇപ്പോൾ അവൻ പട്ടുടുത്ത് അബ്രഹാമിന്റെ മടിയിൽ തേജോരൂപിയായി സുന്ദരരൂപനായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയാം. മരിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ പറ്റും. ഈ ഇതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലാസറിനെ തിരിച്ചറിയാൻ പറ്റുന്നു, ധനവാന് ലാസറിനെയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, ഓവൽ ടൈപ്പിലുള്ള വലിയൊരു ഗാലറിയാണ് മുകളിലിരിക്കുന്നത്, അതായത് സ്വർഗം എന്ന് പറയും. അതിന്റെ ഇടയിൽ വലിയ താഴ്ചയിൽ വലിയ പിളർപ്പാണ്, അതാണ് നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ നരകത്തിൽ കിടക്കുന്ന വ്യക്തിക്ക് എത്ര ഉയരത്തിൽ ഈ സ്വർഗമായാലും അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്ന ഈ ദരിദ്ര മനുഷ്യനെ അല്ല ലാസറിനെ കാണാം. അതുപോലെ തന്നെ ലാസർ എത്ര ഉയരത്തിലിരുന്നാലും ഈ നരകം എത്രയോ താഴ്ചയിലാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇവരുടെ കണ്ണിന് യാതൊരു കാഴ്ചക്കുറവില്ല, കണ്ണ് നല്ലതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അങ്ങനെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് നിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. മറ്റവൻ മറ്റേ രീതിയിലായിരുന്നു, ഇന്ന് എന്റെ അവസ്ഥ. നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടോണം. ലാസറിനെ കാണിക്കുകയാണ്, ഇതാണ് അവൻ ധനവാനായിരുന്നു, അവൻ ആ ധനത്തിൽ പ്രശംസിച്ചു, ധനത്തിൽ ആശ്രയിച്ച് ജീവിച്ചു. അവൻ എന്നെ കരുതിയില്ല, ഞാൻ നഗ്നനായിരുന്നു, അവൻ എന്നെ ഉടുപ്പിച്ചില്ല, എനിക്ക് വിശപ്പുണ്ടായിരുന്നു, എനിക്ക് ഭക്ഷണം തന്നില്ല, ഒരു കാര്യവും ചെയ്തില്ല. ആ കാലങ്ങളിൽ ന്യായപ്രമാണം ഒക്കെ വരുന്നതിന് മുൻപാണ്. അവൻ ഒന്നും ചെയ്തില്ല, അവന്റെ ധനത്തിൽ സുഖിച്ച് അങ്ങനെ അങ്ങ് പോയി. പക്ഷെ ഇവിടെ പട്ടിയോടൊപ്പം അവന്റെ പരിവാദത്തിൽ നിന്നുകൊണ്ട്, അവന്റെ എച്ചിൽ നിന്നുകൊണ്ടിരുന്ന ഈ ലാസർ എന്ന ഈ ദരിദ്രനും ഈ കുഷ്ഠരോഗിയായിരിക്കുന്ന അവന്റെ ഉള്ളിൽ ഒരു ദൈവിക ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക്. അതുകൊണ്ടായിരിക്കുമല്ലോ അവൻ സ്വർഗത്തിൽ അബ്രഹാമിന്റെ മടിയിൽ പോയത്. അപ്പോൾ ഈ ഗാലറിയിൽ, നോവൽ ടൈപ്പുള്ള ഗാലറിയിൽ താഴോട്ട് നോക്കുമ്പോൾ ഈ ധനവാൻ ഇവിടെ കിടന്ന് തീക്കകത്ത് കിടന്ന് വേവുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ നാവിന്മേൽ ഒന്ന് തൊട്ടു തരണമേ. അപ്പോൾ ഇതൊരു മർമ്മമാണ് കേട്ടോ. കർത്താവ് നമ്മളെ വീണ്ടെടുത്തതിന്റെ വില പലപ്പോഴും നമ്മളെ എവിടെ നിന്നാണ്, നമ്മൾ ആരായിരുന്നു, നമ്മളെ എവിടെ നിന്നാണ് വീണ്ടെടുത്തത്? ആ ധനവാനായ മനുഷ്യൻ കിടക്കുന്ന ആ പിറ്റിൽ അതിലും എത്രയോ അധമ പാതാളത്തിൽ അകപ്പെട്ടു പോകേണ്ടവരാ നമ്മളൊക്കെ. നമ്മളെ ദൈവം എന്ത് ചെയ്തു? വീണ്ടെടുത്തു. എങ്ങനെയാ വീണ്ടെടുത്തതെന്നൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും, അല്ലെങ്കിൽ നമ്മളോടൊപ്പം പലരും ക്രിസ്തുവിനെ അംഗീകരിക്കാതെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വലിയ വില കൊടുക്കാതിരിക്കുന്നതിന്റെ ഒരു കാരണം കൂടെ ദൈവവചനത്തിൽ കൂടി ഞാൻ നിങ്ങൾക്ക്
നിങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരാം. കൊരിന്ത്യർക്ക് ഇത് എന്നാൽ ലേഖനത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നു, സർവജ്ഞാനിയായ ദൈവം യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, ഗ്രേക്കർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഇവരുടെ ഇടയിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് വെളിപ്പെട്ട ഒരു മർമ്മം ഇങ്ങനെ, സർവ്വജ്ഞാനിയായ ദൈവത്തിന് ഒരു കാര്യം തന്നെ ജ്ഞാനത്തിൽ കൂടി മനസ്സിലായി, താൻ സൃഷ്ടിച്ച മനുഷ്യന് എത്ര ജ്ഞാനം കൊടുത്താലും അവന്റെ ജ്ഞാനത്തിൽ കൂടി അവൻ എന്ത് ചെയ്യത്തില്ല, എന്നെ മനസ്സിലാക്കത്തില്ല, എന്റെ ദൈവികത്വത്തെ അവൻ ഉൾക്കൊള്ളുവാൻ കഴിയും. അവന് എത്ര ജ്ഞാനം കൊടുത്താലും അവനത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ദൈവം എന്താ ചെയ്തതെന്നറിയാമോ? അപ്പോസ്തലന്റെ നാവിൽ കൂടി പരിശുദ്ധാത്മാവ് പറഞ്ഞു, പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ പിറ്റിൽ പോകണ്ട. ആ നരകത്തിൽ നിന്ന് ഈ വേവുന്ന തീയിൽ കിടന്ന് വേവുന്ന ഈ ധനവാന്റെ അവസ്ഥയിൽ എത്തപ്പെടാതിരിക്കാൻ ദൈവം എന്താണ് ചെയ്തത്? പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ കൊടുത്തു എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ മടിയിലേക്ക് നിനക്ക് പോകാം. എങ്ങനെ? പ്രസംഗത്തിന്റെ ഭോഷത്തിൽ. കാരണം സർവ്വജ്ഞാനിയായിരിക്കുന്നു ദൈവത്തിന് മനസ്സിലായി, താൻ എത്ര വലിയ ജ്ഞാനം പകർന്നു കൊടുത്താലും, ഇവരുടെ ജ്ഞാനം കൊണ്ടല്ല, ഞാൻ എത്ര വലിയ അടയാളം കാണിച്ചാലും അടയാളത്തിൽ കൂടെ ഒന്നും ആരും എന്റെ ദൈവികത്വത്തെ മനസ്സിലാക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ സർവ്വജ്ഞാനിയായ ദൈവം അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്തു. അവന്റെ പ്രസംഗത്തിന് എന്ന് പറഞ്ഞാൽ പ്രസംഗത്തെ അവൻ പറഞ്ഞത് ഭോഷത്വമായിട്ടാണ് പറയുന്നത്. പ്രസംഗത്തിന്റെ ഭോഷത്വത്തിൽ കൂടി ഇങ്ങനെ നിത്യ നരകത്തിനും നിത്യ ശിക്ഷയ്ക്കും അടിമപ്പെടാതെ നിത്യരക്ഷയിലേക്ക് അബ്രഹാമിന്റെ മടിയിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ കാരണം പ്രസംഗത്തിലുള്ള ഭോഷത്തിൽ കൂടി വിശ്വസിച്ച് അതായത് വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള പലരും ഇന്നും ആ വിശ്വാസം പ്രാപിച്ചിട്ടില്ല. എന്താണെന്നറിയാമോ? വലിയ വലിയ ഗൗരവമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ, വലിയ കഠിനമായ മുഖങ്ങൾ അവിടെ മേൽ വെച്ചിരുന്നു, അവരതൊക്കെ ചെയ്തിട്ട് നിത്യരക്ഷ പ്രാപിപ്പാനായി ഒരുങ്ങുമായിരുന്നു. ഇവിടെ സിമ്പിളായിട്ട് പ്രസംഗത്തിൽ ദൈവവചനം പ്രസംഗിക്കുക, അത് വിശ്വസിക്കുക, നിത്യജീവൻ നിനക്ക് അർഹമായി നിനക്ക് ദാനമായി ലഭിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കൊണ്ട് ദൈവത്തിന്റെ വയലിലെ നിനക്ക് കിട്ടിയ രക്ഷ, ആ മീസ്തോത്രവാദത്തിന്റെ വലിപ്പം എത്രയെന്ന് മനസ്സിലാക്കി സൂക്ഷ്മതയോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ ദൈവവചനങ്ങളാണ്.